പയ്യെത്തുന്ന പനയും തിന്നാമെന്നല്ലേ, നമുക്ക് പയ്യെ പയ്യെ അത് തുടങ്ങാം. ഇത് ഇന്നത്തെ ശിക്ഷ A1 മുതൽ A6 വരെയുള്ള 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷം കഠിന തടവ്, 2 കഠിന തടവ്, അതായത് 120B-ക്കും 376D-ക്കും 366-ന് 10 വർഷം കഠിന തടവും കൂടാതെ ഫൈനുമുണ്ട്. മറ്റ് വകുപ്പുകൾ അനുസരിച്ചും ശിക്ഷിച്ചിട്ടുണ്ട്. 376D-യെ സംബന്ധിച്ചിടത്തോളം ഇത് പാർലമെന്റ് പറഞ്ഞിട്ടുള്ള ഏറ്റവും മിനിമം കൊടുക്കേണ്ട ഒരു സെന്റൻസ് മാത്രമാണ് ഈ കോടതി നൽകിയിട്ടുള്ളത്. ഇത് സമൂഹത്തിൽ അങ്ങേ അറ്റത്ത് തെറ്റായ ഒരു സന്ദേശം നൽകും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി ഈ ശിക്ഷാവിധിക്ക് കുറഞ്ഞുപോയതിനെ സംബന്ധിച്ചിടത്തോളം അപ്പീൽ നൽകുവാനായിട്ട് സർക്കാരിന് ശുപാർശ ചെയ്യും. ഒരു തിരിച്ചടിയില്ല. ശിക്ഷ വിധിക്കേണ്ടത് പ്രോസിക്യൂഷൻ ഒരു തിരിച്ചടിയില്ല. ശിക്ഷ വിധിക്കേണ്ടത് തെളിവുകൾ ഉള്ളതുകൊണ്ടാണല്ലോ അവരെ ശിക്ഷിച്ചത്. തെളിവുകൾ ഏതാണ് സ്വീകരിക്കാതെ പോയതെന്ന് ജഡ്ജ്മെന്റ് വായിക്കാതെ പറയാൻ എനിക്ക് കഴിയില്ല. ജഡ്ജ്മെന്റ് വായിച്ചതിന് ശേഷം അതിനകത്ത് മതിയായ നടപടികൾ സ്വീകരിച്ചിരിക്കും. ഈ 8ാം പ്രതിയെ വിട്ടുപോകാനുള്ള കാരണം ജഡ്ജ്മെന്റ് വായിക്കാതെ പറയാൻ ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല, ഞാനൊരു അഭിഭാഷകനാണ്. ഏതിലെ ശിക്ഷയിൽ നിരാശകനാണ്. കാരണം മാക്സിമം ശിക്ഷ പ്രതികൾക്ക് കൊടുക്കണമെന്ന് ശക്തമായി വാദിച്ചിരുന്നു. കാരണം മനഃശാസ്ത്രിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചന വെച്ച് ഒരു ക്രൈം നടത്തുന്ന പ്രതികൾക്ക് ഏറ്റവും ഇളവായ ശിക്ഷ നൽകുന്നത് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിൽ നൽകുന്നത്, നീതിപീഠത്തിന് നൽകുന്നത്. അത് വേറെ കാര്യം. ശിക്ഷ കണ്ടുപോയാൽ അതിൻ്റെ അകത്ത് പ്രൊപ്പോർഷണലേറ്റായിട്ട് ശിക്ഷ വിധിക്കേണ്ടതാണ്. 20 വർഷം മിനിമം എന്ന് പറഞ്ഞാൽ 20 വർഷം വരെക്ക് മുകളിൽ എത്ര വർഷം വേണമെങ്കിലും കോടതിക്ക് ശിക്ഷിക്കാം. അത് 20 വർഷം പാർലമെന്റ് നിശ്ചയിച്ച മിനിമം കൺവിക്ഷനാണ്. അത് ഒരു കോടതിയുടെ ഔദാര്യമല്ല, അത് പ്രോസിക്യൂഷന്റെ അവകാശമാണ്. പലപ്പോഴും ജഡ്ജിയുടെ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെട്ടുള്ളതാണ്. ഇപ്പോൾ ശിക്ഷാവിധി പ്രഖ്യാപിച്ചപ്പോഴും ഈ ഒരു നിരാശയാണ് താങ്കൾക്കുണ്ടാവുന്നത്. അപ്പോൾ അത് എന്താണ് സൂചിപ്പിക്കുന്നത്? എനിക്ക് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ നിരാശയുമില്ല. ഈ പാസ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ കഴിഞ്ഞ 3.5 വർഷം ഈ കോടതിക്ക് അകത്ത് വെന്ത് നീറിയത്. ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങളെല്ലാം പിന്നീട് വേണ്ട സ്ഥലങ്ങളിൽ വേണ്ട വിധത്തിൽ അവതരിപ്പിക്കും, അതിനുള്ള പരിഹാരങ്ങൾ നേടും. തീർച്ചയായിട്ടും നീതി കിട്ടിയില്ല എന്നുള്ളതല്ല, പരിപൂർണ നീതി കിട്ടിയില്ല എന്നുള്ളത്. യെസ്, അജകുമാർ പറഞ്ഞത് വളരെ പ്രധാനമാണ്. നോക്കൂ, ഈ ഘട്ടത്തിൽ പറയാനുള്ള ഒരു കാര്യം, മന്ത്രി പി രാജീവ് പറഞ്ഞതിന് നേരെ വിരുദ്ധമായിട്ടാണ് പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത് എന്നാണ് പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ഇക്കാര്യത്തിൽ സർക്കാരും പ്രോസിക്യൂഷനും തമ്മിൽ 2 വ്യത്യസ്ത ധ്രുവങ്ങളിലാണ് എന്ന വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള, വളരെ ഗൗരവമുള്ള ഒരു പോയിന്റാണ് വന്നിരിക്കുന്നത്. പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നു ഒട്ടും തൃപ്തിയില്ലായി ശിക്ഷാവിധിയിൽ നിന്നാണ്, ഈ ശിക്ഷ മിനിമം മാത്രമാണ് എന്നാണ് പ്രോസിക്യൂട്ടർ അജകുമാർ പറഞ്ഞിരിക്കുന്നത്. പാർലമെന്റ് ഈ നിയമത്തിൽ നൽകിയിരിക്കുന്ന, പാർലമെന്റ് പാസ്സാക്കിയിരിക്കുന്ന നിയമവ്യവസ്ഥയിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷ മാത്രമാണ് നൽകിയിരിക്കുന്നത്. സാധാരണ നിലയിൽ ഇത് കോടതിയുടെ ഔദാര്യമല്ല ഈ ശിക്ഷ, അതുകൊണ്ട് തന്നെ ഇത് പോരാ, ഇതിനെതിരെ അപ്പീൽ പോകേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ മന്ത്രി പി രാജീവ് നേരത്തെ സൂചിപ്പിച്ചത് ഇത് സ്വാഗതാർഹമായ ശിക്ഷയാണ്, 20 വർഷം എന്നത് പരമാവധിയാണ് എന്നാണ്. നോക്കൂ, മിനിമം എന്ന് അജകുമാർ പറയുന്നു, പ്രോസിക്യൂഷൻ പറയുന്നു, മന്ത്രി പറയുന്നു ഇത് പരമാവധിയാണ് എന്ന്, നിയമമന്ത്രി പറയുന്നു പരമാവധിയാണ് എന്ന്. വളരെ ഗുരുതരമായ ഒരു സാഹചര്യം ഈ ശിക്ഷാവിധി പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ ഉടലെടുത്തിരിക്കുന്നു എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുക. ശിക്ഷാവിധി പരമാവധിയാണെന്ന് മന്ത്രി പറയുന്നു, ഏറ്റവും കുറഞ്ഞതാണെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ 20 വർഷവും പരമാവധി ശിക്ഷ ജീവപര്യന്തവും എന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരമാവധി ശിക്ഷയാണെങ്കിൽ ജീവപര്യന്തമാണ്, കാരണം അത് ജീവിതത്തിൽ ഉടനീളമുള്ള ശിക്ഷയാണ് എന്ന് കാണേണ്ടതുണ്ട്. പക്ഷേ മന്ത്രി സൂചിപ്പിച്ചത് 14 വർഷമാണ് ജീവപര്യന്തം, അതുകൊണ്ട് 20 വർഷം എന്നത് പരമാവധി ശിക്ഷയാണ് എന്നുള്ളതാണ്. ഇത് തമ്മിൽ വലിയ കോൺട്രഡിക്ഷൻ നിലനിൽക്കുകയാണ്, വലിയ വൈരുദ്ധ്യം നിലനിൽക്കുകയാണ്. നമ്മൾ കാണേണ്ടത് ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് ഒരു പക്ഷമേ ഉണ്ടാകാൻ പാടുള്ളൂ. പ്രോസിക്യൂഷൻ സ്റ്റേറ്റിന് വേണ്ടിയാണ് വാദിക്കുന്നത്, പ്രോസിക്യൂഷനാണ് അതിൽ അന്തിമമായി അഭിപ്രായം പറയേണ്ടത്, മന്ത്രിയല്ല എന്നതാണ് നിയമവൃത്തങ്ങളിലെ സുശക്തമായ അഭിപ്രായം എന്ന് കൂടി ഞാനിവിടെ കൂട്ടിച്ചേർക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന ചർച്ചകളിൽ അത് വളരെ എടുത്തു കാണിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. അതായത് മന്ത്രിയല്ല, സർക്കാർ
ജഡ്ജിമാരല്ല ഈ കാര്യത്തിൽ അന്തിമമായ കാര്യം പറയേണ്ടത് പ്രോസിക്യൂഷനാണ്. പ്രോസിക്യൂഷന്റെ തൃപ്തികേടോ ആണ് ഈ വിഷയത്തിൽ അപ്പീൽ പോകണ്ടോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം എടുപ്പിക്കുന്നത്, അല്ലാതെ മന്ത്രിയല്ല. സർക്കാരിന് ഇതിൽ ഒരു കാര്യവുമില്ല. സർക്കാർ എന്തുകൊണ്ട് അക്കാര്യത്തിൽ ഇത് സ്വാഗതാർഹമായ വിധിയാണെന്ന് പറഞ്ഞു എന്നത് ഇനി അങ്ങോട്ട് ഉയർത്തപ്പെടാൻ പോകുന്ന വലിയ ചോദ്യമാണ് എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. കാരണം മന്ത്രി ആ കമന്റ് നടത്തിയതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത് തൃപ്തികരമല്ലാത്ത വിധിയാണ്, നിരാശാജനകമാണ് എന്നാണ്. പരിപൂർണ തൃപ്തിയില്ല, പ്രതികൾക്ക് ശിക്ഷ കിട്ടി എന്നത് മാത്രമാണ് ഇതിൽ തൃപ്തികരമായിട്ടുള്ളത്. അത് കോടതിയുടെ ഔദാര്യമല്ല എന്നുകൂടി അജയകുമാർ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് വലിയ ചർച്ചയിലേക്ക് നീങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.